കരൂർ കേസിൽ ടിവികെ അധ്യക്ഷനും നടനുമായ വിജയ് സിബിഐക്ക് മുന്നിൽ 3 പേരടങ്ങുന്ന സംഘമാണ് വിജയെ ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഈ കേസിൽ സിബിഐക്ക് മുന്നിൽ വിജയ് ഹാജരായി. അപ്പോൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ അപകടത്തിൽ ആകുന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം എന്തിനു തുടർന്നു? അതുപോലെ തന്നെ വൈകി എത്തിയത് സ്വന്തം ശക്തി പ്രകടിപ്പിക്കാനായിരുന്നോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ സിബിഐ. ക്രിസ്റ്റീന, അത് തന്നെയാണ്. അതായത് വിജയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളും CBIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇതിലേറെ നിർണായകം. ഈ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 3 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 12:07 ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ആ സമയക്രമം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 3 മണിക്കൂറിലേക്ക് പിന്നിടുകയാണ്. ഇന്ന് രാവിലെ ഡൽഹിയിലെത്തുകയും തുടർന്നായിരുന്നു CBI ആസ്ഥാനത്തേക്ക് വിജയ് എത്തിയത്. ഇതിൽ CBIയുടെ ചോദ്യങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു കരൂർ ഈ പരിപാടിയുടെ സംഘാടകൻ, ഒപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരുന്നു ഏൽപ്പിച്ചത്, മാത്രമല്ല കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ, തദ്ദേശ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവരുമായി ഒരു ഏകോപനം ഉണ്ടായിരുന്നു, ഏതെങ്കിലും അപകട സാധ്യതകൾ വിലയിരുത്തിയിരുന്നോ, ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് വൈകിയെത്തിയത് എന്നൊരു ചോദ്യം അത് ഏറെ നിർണായകമാണ്. കാര്യം ആ സമയത്ത് വിജയെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കിയതും ആ ചോദ്യമായിരുന്നു. വിജയ് വൈകിയെത്തിയതാണ് ഈ അപകടത്തിന് ഇത്രയും ആഘാതം ഉണ്ടാക്കിയത് എന്നത് അന്ന് ഉയർന്നൊരു ചോദ്യമാണ്. അത് CBI ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് വൈകിയെത്തിയത്? കാരണം മുൻകൂട്ടി നിശ്ചയിച്ച സമയവും വിജയ് എത്തിയ സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നത് CBI പറയുന്നു. എത്ര മണിക്കാണ് ആ വേദിയിലേക്ക് എത്തിയത്, ഏത് സമയത്താണ് പുറപ്പെട്ടത്, മാത്രമല്ല ഇതിൽ വീണ്ടും ആവർത്തിച്ച ചോദ്യങ്ങൾ എന്നത് ഈ ആളുകൾ അപകടത്തിൽ പെടുന്നത് അറിഞ്ഞിട്ടും പ്രസംഗം എന്തുകൊണ്ട് തുടർന്നു, ആളുകൾ ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കി വെള്ളക്കുപ്പികൾ എറിഞ്ഞു നൽകി, എന്നിട്ടും എന്തുകൊണ്ട് ഒരു പാർട്ടിയുടെ അധ്യക്ഷ നിലയിലേക്ക് യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല, കൃത്യസമയത്ത് എത്താത്തത് എന്തുകൊണ്ട്, ഈ ജനക്കൂട്ടം വർദ്ധിക്കാൻ ഇടയാക്കിയതൊന്ന് വിജയ് ഈ വേദിയിലേക്ക് വൈകി എത്തിയതാണ്. അങ്ങനെ വൈകി വന്നത് സ്വന്തം ശക്തി പ്രകടിപ്പിക്കാനായുള്ള ഒരു അവസരമായി അതിനെ കണ്ടോ, അല്ലെങ്കിൽ അതിനങ്ങനെ ആ രീതിയിൽ മുതലെടുത്തോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് വിജയോട് ഉന്നയിക്കുന്നത്. അതൊരു വിജയെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യമാണ്. മാത്രമല്ല ഇതിൽ മറ്റൊന്ന്, സായുധ പോലീസ് DGP ആയിട്ടുള്ള ഡേവിഡ്സൺ ദേവാശ്രീവധവും ഇവിടെ CBI ആസ്ഥാനത്തുണ്ട്. കരൂർ അപകടവുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം അപകടം നടക്കുന്ന സമയത്ത് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന ചുമതലയിലുള്ള അഡീഷണൽ ഡയറക്ടർ ജനറലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടും ഇപ്പോൾ വിവരങ്ങൾ തേടുകയാണ്. എന്തായാലും ഈ ചോദ്യം ചെയ്യലേറെ നിർണായകമാണ്. കാരണം വിജയുടെ ഉത്തരം, വിജയ് ഇതിൽ നൽകുന്ന മറുപടി, ആ മറുപടി ആയിരിക്കും ഈ കേസിൽ ഏറെ നിർണായകമാകുന്നത്. അതിലായത് ഈ പരിപാടിക്ക് ആരാണ് പൂർണ്ണ ഉത്തരവാദിത്വം അവിടെ ഉണ്ടായിരുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഏറെ പ്രസക്തമാണ്. അതിൽ വിജയുടെ മറുപടിയും ഏറെ നിർണായകമാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ 3 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ക്രിസ്റ്റിന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.